ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ കൃഷ്ണൻ എന്നെയും നിങ്ങളെയും ഏറ്റവും നല്ലൊരു ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യം സാർത്ഥകമാക്കാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം സ്ലേറ്റ് പെൻസിലുകൊണ്ട് എഴുതും. നമ്മുടെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ ന്യൂജൻ്റെ അല്ല. പിന്നീട് പെൻസിൽ കൊണ്ട് എഴുതും. അപ്പോൾ 2ാം ക്ലാസ് 3ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെൻസിലിൽ നിന്നും മാറി പേനയിലോട്ട് ഉയരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? മറ്റൊന്നുമല്ല, പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് തൂത്ത് കറപ്ഷനുകൾ, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം. അതാണ് ജീവിതം. സർദാർജിയുടെ ബുദ്ധി പോലെ ആകരുത്. എന്താണ്? സർദാർജി ഫോൺ അവിടെ വെച്ചിട്ട് അയൺ ചെയ്യുകയാണത്. അപ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ഫോണാന്ന് കരുതി കവിളിൽ വെച്ചു പൊള്ളി. അപ്പോൾ സർദാർജി അല്ല മറ്റേ ചെവിക്കോ എന്ന് വെച്ചു. അപ്പോഴാന്ന് പറയും സർദാർജി ആ തന്നെ വീണ്ടും എന്നെ വിളിച്ചു എന്ന്. അപ്പോൾ ഇപ്പുറത്തും എടുത്ത് വെച്ചു എന്ന്. അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ജീവിതത്തിൽ വരുത്തരുത്. ഈ ഒരു വിഷനും മിഷനുമാണ് പെൻസിലിൽ നിന്നും പേനയിലേക്കുള്ള ഉയർച്ച. ജീവിതത്തിൽ അക്ഷരത്തെറ്റുകൾ വരുത്തരുത്. തെറ്റ് വരുത്തരുത്. ശിവകുമാരൻ നമ്പിയുടെ ഒരു സിനിമയാണിത്. എന്താണ്? നമ്മുടെ മിനിസ്റ്ററുടെ ആണ് അതിലത്തെ നായകൻ. അപ്പോൾ ജീവിതത്തിൽ അക്ഷരത്തെറ്റ് പറ്റരുത്. ആർക്ക്? അപ്പോൾ നമ്മളൊക്കെ കുടുംബനാഥനാണ്, ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹത്തെ നയിക്കുന്ന ഗാർഹ്യപത്ന്യാഗ്നി, ആ തീപന്തവുമായി നടക്കുന്ന, ശ്രദ്ധിക്കണം, ഗൃഹസ്ഥാശ്രമ ധർമാനുഷ്ഠാനം എന്നുള്ളതാണ് വേദത്തിൻ്റെ വിഷനും മിഷനും. എന്താണ്? ഗൃഹസ്ഥ ആശ്രമ ധർമ്മ അനുഷ്ഠാനം. ഇതിന് 4നും ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയേ ഉള്ളൂ. ഹിമാലയത്തിൽ ഋഷീശ്വരന്മാർ അനുഭവിച്ച സുഖം നമ്മൾ കുടുംബത്തിലിരുന്നു കൊണ്ട് ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിതചേതസ ശതാഹാം ഹൃദിദോഷാണാം വിജന വനഭൂമിയിലെ, അതിന് ശ്രമകരമായ ആ ദൗത്യം നാം ഏറ്റെടുത്ത് നടത്തണം. അതിന് ആ ഗൃഹത്തിൽ ശ്രമകരമായ തപസ് ചെയ്യുന്നവനാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മി. ഈ ഗൃഹസ്ഥാശ്രമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റ് വർണ്ണാശ്രമങ്ങൾ നിലനിൽക്കുന്നത്. അതിന് എന്തു ചെയ്യണം? അവനവനിൽ നിക്ഷിപ്തമായ സ്വകർമ്മ നിജനാമേക്ഷ ന വികമ്പിതുമർഹസി. അവനവൻ ചെയ്യേണ്ട കർമ്മത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അപ്പോഴോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം. എങ്കിലല്ലേ അതിനൊരു സൗന്ദര്യമുണ്ടാവുള്ളൂ. ആ അടുക്കും ചിട്ടയിൽ ഏറ്റവും പ്രധാനമാണ് ബ്രഹ്മേ മുഹൂർത്തമുത്തായ കൃതിശൈവ വിധിശ്രവ. രാവിലെ എഴുന്നേറ്റ് വിഹിത കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു ക്ഷേത്ര സംസ്കൃതിയിലോട്ട് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് ഉയരുക. അതിന് നമ്മളൊരു റോൾ മോഡലായി ഉയർന്ന് ക്ഷേത്രങ്ങളിൽ പോയി പ്രദക്ഷിണം വെച്ച് ആ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് ഉയരുക. അതിനുശേഷം ആ ക്ഷേത്രത്തിൻ്റെ
ഗോപുരം ദേവപാദം സ്യാൽ, ദേവത്തിൻ്റെ പാദങ്ങളിലെത്തി പിന്നെ പ്രവേശിച്ച് ഗർഭഗൃഹേ ശിരോപ്രോക്തം, ഗർഭഗൃഹ ശ്രീലകം ഭഗവാന്റെ ശിരസ്സാണ്. അവിടെ എത്തി ഭഗവാനെ ഇങ്ങനെ തൊഴുക. അപ്പോൾ ആ ദേവാൻ ഭാവയതേ ദേവ താവദേവ ഭാവയന്ത പരസ്പരം ഭാവയന്ത ശ്രേയസ് പരമവാപ്സ്യസി. അവിടെ ഒരു ശ്രേയസ് ഉണ്ടാകും. ശ്രീലകത്ത് ശോഭിക്കണതായ ആ ഗുരുവായൂരപ്പനും ഭക്തനും ഇവിടെ ഒന്നായി മാറുകയാണ്. ഈ സംസ്കൃതി നാം ആചരിച്ച് കാണിക്കുമ്പോൾ യദ്യതാചരതി ശ്രേഷ്ഠ തത്ര തദേവോ തതോ ജയ. നമ്മുടെ മക്കൾ ഇത് പഠിക്കുകയായി. അപ്പോൾ ഏവം പരമ്പരാപ്രാപ്തം. അപ്പോൾ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതചര്യ. അപ്പോൾ അറിവും കഴിവും പ്രാപ്തിയും നമ്മൾ നമ്മുടെ മക്കൾക്ക് പരമ്പരാഗതമായി കൊടുക്കുകയാണ്. എക്സാമ്പിൾ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛനെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും അദ്ദേഹമായതുകൊണ്ട് ഞാനും ആ ആചാര്യൻ്റെ പാത തന്നെ സ്വീകരിക്കുന്നത്. അപ്പോഴോ നമ്മുടെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും സ്വന്തം അമ്മയും ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കുന്ന ഒരു നിലയിലോട്ട് നാം ഉയരും. നാം ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും ഉയരും. ഇപ്പോൾ നമുക്കറിയാം, ISRO ചെയർമാൻ സോമനാഥ് സാറ് ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുമോ? ഇല്ല. നമ്മളെ മെട്രോമാൻ ശ്രീധർജി ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുമോ? ഇല്ല. നമ്മുടെ മമ്മൂട്ടി ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കുമോ? ഇല്ല. നമ്മുടെ ഗംഗാധർ ഡോക്ടർ ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കില്ല. പിന്നെ ആരാ നിൽക്കുന്നത്? അറിവും കഴിവും ഇല്ലാത്തവരാണ്. അറിവും കഴിവും അവ പ്രാവർത്തികമാക്കാനുള്ള പ്രാപ്തിയും ഉണ്ടാകണമെങ്കിൽ അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതം വളരെ നേരത്തെ സ്വായത്തമാക്കണം. ഇപ്പോൾ മദ്യവും മയക്കുമരുന്നിനും അടിമയാകുന്നവർ 90% സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരെന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പാവങ്ങളും സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും കഴിവും പ്രാപ്തിയും സമ്പത്തും ഇല്ലാത്തവരല്ല, അത് പ്രയോജനപ്പെടുത്താത്തവരാണ്. അറിവും കഴിവും പ്രാപ്തിയും ഉണ്ടോ, പിന്നെ അവിടെ ജാതിയില്ല, മതവും ഇല്ല, വർണ്ണവും ഇല്ല, വർഗവും ഇല്ല, ലിംഗവും ഇല്ല. ഹരിത ആരാണ്? 5th റാങ്ക് IAS റാങ്ക് ഹോൾഡറാണ് മമതാ ബാനർജി. അയ്യോ ശരണമയ്യപ്പ. ആരാണ് മമതാ ബാനർജി? നരേന്ദ്രമോദിയെ നിലക്ക് നിർത്തുന്നവൾ, അമിത്ഷായെ നിലക്ക് നിർത്തുന്നവൾ, ഭാരതീയ ജനതാ പാർട്ടി 21 സംസ്ഥാനത്ത് ഭരിക്കുന്ന ആ പാർട്ടി, ഭാരതം 15 വർഷമായി ഭരിക്കുന്ന ഈ പാർട്ടിയെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നവളാണ് ആര്? മമതാ ബാനർജി. ഇവിടെ അറിവും കഴിവും പ്രാപ്തിയുമുള്ളവളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജാതി നോക്കാറില്ല. മമ്മൂട്ടിയുടെ ജാതി നോക്കാറുണ്ടോ? ഇല്ല. ഗംഗാധര ഡോക്ടറുടെ ജാതി മതം നോക്കാറുണ്ടോ? ഇല്ല. മോഹൻലാലിൻ്റെ ജാതി മതം നോക്കുക? ഇല്ല. യേശുദാസിൻ്റെ ജാതി മതം എന്താണെന്ന് ഇപ്പോൾ ദാസേട്ടന് പോലും അറിയില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, അറിവും കഴിവും പ്രാപ്തിയും നമുക്കുണ്ടാകണം, നമ്മളെ മക്കളെ ഉണ്ടാകണം. ഇതായിരിക്കണം ഗൃഹത്തിൽ നാം ചെയ്യുന്ന ശ്രമകരമായ തപസ്. എങ്കിലോ നമ്മുടെ മക്കളും ഈ ഫീൽഡിൽ വരും. അവരും പട്ടണിൽ പൊട്ടനില്ല, അഥവാ ഉണ്ടെങ്കിലും മജിസ്ട്രേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അറിവും കഴിവും പ്രാപ്തിയുമുള്ളവനാണ് പട്ടര്. അപ്പോൾ അതിലുണ്ടാകുന്ന പിള്ളേർ അതിനേക്കാൾ പെർഫോമൻസ് ആയിരിക്കും. ഏതായാലും ശരി, നമ്മളിവിടെ ആ കഴിവ് കൊണ്ട് സമ്പന്നമായ സർവാദരണീയനായ ഭീഷ്മ പിതാമഹരെയാണ് നമ്മളിവിടെ റോൾ മോഡലാക്കി എടുക്കുന്നത്. സ്വച്ഛന്ത മൃത്യു എന്ന അമൂല്യമായ അറിവും കഴിവും സമ്പത്തും സ്വായത്തമാക്കിയവനാണ് ആര്? ഭീഷ്മ പിതാമഹര്. ഈ കഴിവ് എവിടെ നിന്ന് കിട്ടി? ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, മോനെ എന്താ അച്ഛാ
ഭീഷ്മരെ ഇവിടെ വരൂ. ആ എന്താ അച്ഛാ? അതെ മോനെ, നിന്നോട് കുറച്ച് ദിവസമായി പറയണമെന്നൊരു മോഹം. എന്താ അച്ഛാ? അതെ നമ്മുടെ ദാക്ഷായണി ഉണ്ടല്ലോ. അയ്യോ അച്ഛാ, അവരുടെ പേര് പറയരുത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ അത്? അതൊക്കെ അതെയാടാ, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. എന്താ അച്ഛ പറയൂ. അല്ല ദാക്ഷായണിയും ഞാനുമായിട്ട് അച്ഛൻ ദാക്ഷായണിയുമായിട്ട്? അതെ, ഞാൻ ദാക്ഷായണിയുമായിട്ട് സന്ധ്യക്ക് ടോർച്ചടിച്ച് ശരണമയ്യ പല ടോർച്ചില്ലെങ്കിൽ ഞാൻ മൊബൈൽ എടുത്ത് സന്ധ്യക്ക് ദാക്ഷായണിയുടെ. അച്ഛ സത്യമാണോ ഇത് പറയുന്നത്? അതെ, അതിപ്പം ദിവസേന ദാക്ഷായണിയുടെ വീട്ടിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ദാക്ഷായണിയെ അച്ഛാ, ദാക്ഷായണിയെ ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. പണ്ടറിയ നമ്മുടെ അച്ഛനിപ്പം മദ്യപിക്കാറൊന്നുമില്ല, പക്ക ഡീസൻ്റായി, ഷാപ്പിലൊന്നും പോകാറില്ല, ബിവറേജ് കോർപ്പറേഷനിലും പോകാറില്ല, ബാറിലൊന്നും പോകാറില്ല. ഓഹോ, അപ്പോൾ നല്ല മനുഷ്യനായി അദ്ദേഹം, നല്ല മനുഷ്യനായി. ഇപ്പം എന്താ അദ്ദേഹം ചെയ്യുന്നത്? വരുത്തിച്ച് കുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ദാക്ഷായണിയുടെ അടുത്ത് ദിവസേന എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ദാക്ഷായണിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അച്ഛൻ ഞാനിവിടെ കല്യാണം ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് മാത്രമല്ല മോനെ, വേറെ ചെറിയൊരു കേസ് കേട്ടിട്ടുണ്ട് ഇതിനിടയിൽ. എന്താടാ? അല്ല എന്താ അച്ഛാ? അവൾ പറയുന്നു ഞാൻ വരാം. ആര്? ദാക്ഷായണി പറഞ്ഞു. കുലസ്ത്രീ അല്ലല്ലോ, വേശ്യാസ്ത്രീ ആണല്ലോ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, നമുക്ക് ഈ കഥ അറിയത്തില്ല. ഏതായാലും ഞാൻ വരാം. വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഗർഭിണിയാവും. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞാൽ കുട്ടികളുണ്ടായാൽ ഈ കുട്ടിയെ യുവരാജാവായി വാഴിക്കണം. മിസ്റ്റർ ഭീഷ്മരെ, അത് പറ്റുമോ? യെസ് ഓർ നോ പറഞ്ഞാൽ അടുത്ത പരിപാടി മതി. കിട്ടുങ്ങിപ്പോയി. ഞാൻ മകനോട് ചോദിച്ചിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ പണ്ടേ മിടുക്കികളാണ്. ഇതാണ് ശ്രീമതി. ഭീഷ്മർ പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ ആഗ്രഹം യുവാവായ എന്നേക്കാൾ കാമതൃഷ്ണയാണ് അച്ഛനെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കണം. എൻ്റെ അച്ഛൻ അവളെ കല്യാണം കഴിക്കണം, അതിൽ കുട്ടികളുണ്ടാവണം, അയാളെ യുവരാജാവാക്കണം. അതിന് ഞാനൊരു കാര്യം ചെയ്യാം അച്ഛാ, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. വിവാഹം കഴിച്ചാലേ അതിൽ കുട്ടികളുണ്ടാവുള്ളൂ, അതിൽ കുട്ടികളുണ്ടായാലേ യുവരാജാവേണ്ടി വരുള്ളൂ. അതുകൊണ്ട് ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഭീഷ്മ പിതാമഹരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ലോകത്തിന് അച്ഛൻ പറയുന്ന അതനുസരിക്കുന്ന മക്കൾക്ക് സ്വച്ഛന്ത മൃത്യു വരട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. ലോകത്തിനൊരു വിഷനും മിഷനുമാണിത്. ഞാനും നിങ്ങളും അടങ്ങുന്ന മക്കളെ, നമ്മുടെ മക്കളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. മൃത്യുവിനെ പോലും തൃണവൽക്കരിക്കുക, ഇതാണ് ഇതിൻ്റെ അന്തർലീനമായ ഘടകം. അച്ഛൻ്റെ വാക്ക് അനുസരിക്കുന്ന മക്കൾക്ക് ജീവിതം പരയുടെ പാൽനുകർന്നിടുന്നവർക്ക് ഒരു നൂറ്റാണ്ടൊരു നിമിഷം പോലെ തോന്നും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമഹർക്ക് ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. സ്വച്ഛന്ത മൃത്യു, സ്വച്ഛന്ത മൃത്യു. അതുകൊണ്ട് ഭീഷ്മ പിതാമഹരുടെ സ്വച്ഛന്ത മൃത്യു നിര്യാണ മഹോത്സവമായി ആഘോഷിക്കുന്നു. ശ്രദ്ധിക്കൂ, എന്ത് കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ജീവിതത്തിൽ ഇന്നേവരെ. എന്ത് നിര്യാണ മഹോത്സവമായി ആഘോഷിക്കുന്നു. എടുത്തു നോക്കണം. ഹിന്ദുക്കളായ ജന്തുക്കളായതുകൊണ്ട് കാണാനും കേൾക്കാനും മിക്കവാറും സാധ്യത കുറവാണ്. കാരണം നമ്മൾ സപ്താഹത്തിന് പോകുന്നത് ശരണമയ്യ പതിനെങ്കിലും പോകുന്നുണ്ടല്ലോ. ഇത് വരെ ചോറ് കാണാത്ത കളിയാണ് കളിക്കുന്നത്. ഏത് ഊണ് സപ്താഹത്തിന് വിട്ട്. ഏതായാലും ശരി, പ്രഥമ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം നമ്മളൊന്ന് കാണണം, കേൾക്കണം. ഭീഷ്മ പിതാമഹർ ആ രംഗം തന്നെ അത്യത്ഭുതമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. 11 അക്ഷോഹിണിപ്പടയുള്ള കൗരവ സൈന്യം മുഴുവൻ തകർന്ന് തരിപ്പണമായി. വെറും 7 അക്ഷോഹിണിപ്പടയുള്ള പാണ്ഡവർ വിജയശ്രീലാളിതമായി. ആ വിജയശ്രീലാളിതമായ പാണ്ഡവരെ വിത്ത് കൃഷ്ണനെയും സ്വച്ഛന്ത മൃത്യുവിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹരെ വിളിപ്പിച്ചു. എന്തിനാണ് വിളിപ്പിച്ചത്? വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ മുങ്ങിപ്പൊങ്ങി തകർന്ന് തരിപ്പണമാകാതിരിക്കാൻ. എങ്ങനെ ജീവിതം മുന്നോട്ട് കരിപ്പിടിപ്പിക്കണമെന്ന് ഉപദേശം കൊടുക്കുക. ഇവിടെയാണ് വിഷ്ണു സഹസ്രനാമം, ഇവിടെയാണ്
വിഷ്ണു സഹസ്രനാമം ആ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൃഷ്ണൻ പറയുന്നുണ്ട് ഞാനില്ല. ഭീമസേനൻ പറയുന്നുണ്ട് എനിക്ക് പേടിയാണ്, ഇവരെല്ലാം നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ചു പോകാന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പോൾ കൃഷ്ണന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണല്ലോ, ശരണമയ്യ. അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ, കൃഷ്ണൻ ഇവിടുന്ന് പോകുമ്പോഴേ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാണ്. ആരെ? ഭീഷ്മ പിതാമഹരെ. അവിടെ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്, കൃഷ്ണൻ ആയുധം എടുക്കൂല എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കൊണ്ട് പോലും ഇടിപ്പിക്കേണ്ട കഴിവുണ്ട്. മീൻസ് ഇടിപ്പിക്കുമെന്ന് പറഞ്ഞ ഭക്തനായ ഭക്തൻ്റെ വാക്ക് ഡയമണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എടുത്തത് എന്ന് ഭീഷ്മ പിതാമഹർ തിരിച്ചു പറയുന്നുണ്ട്. കൃഷ്ണൻ പേടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മുന്നിലിങ്ങനെ തള്ളി നിർത്തി, അർജുനന് മുന്നിൽ നിർത്തി, ഭീമനെ യുധിഷ്ഠിരനെയൊക്കെ നിർത്തി പിറകിലാണ് കൃഷ്ണനുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ശരശയ്യയിൽ കിടക്കുന്നത്. ശരശയ്യയിൽ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ശരശയ്യയിൽ തന്നെയാണ് കിടക്കുന്നത്. ഭർത്താവിൻ്റെ വാക്കുകൾ, അമ്മായിയമ്മയുടെ കുത്തുവാക്കുകൾ, സമൂഹത്തിൽ നിന്നും അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ, നൂറായിരം ശരശയ്യയിലാണ് നമ്മളും കിടക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പാത്ത് പിറകിലിരിക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നില്ല. അർജുന, എന്താ ഭീഷ്മ പിതാമഹരെ? ആ കൃഷ്ണനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയും. കൃഷ്ണൻ കിട്ട പറക്കാൻ തുടങ്ങി. ചീത്ത പറയാനോ അല്ല അവിടുന്ന് കിഡ്നി കുത്തി പൊട്ടിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങ് അടുത്ത് വന്നു അവിടെ ഒരു പീഠമുണ്ട്. അവിടെ അടുത്ത് വന്നിരിക്കൂ കൃഷ്ണ എന്ന് പറയുന്നുണ്ട്. അടുത്ത് ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹം വന്ന് പീഠത്തിലിരിക്കുന്നുണ്ട്. പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഭീഷ്മ പിതാമഹർക്ക് ദേഷ്യം വന്നിട്ട് വന്ന് കൃഷ്ണൻ തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വര ഹൃദിസ്ഥം പൂജയാമാസ മായോപത്ത വിഗ്രഹം. ഹേ കൃഷ്ണ, നീ ഗുരുവായൂരിരുന്നിട്ട് എനിക്ക് എന്താ കാര്യം? ഹേ കൃഷ്ണ, നീ ഉടുപ്പിയിലിരുന്നിട്ട് എനിക്ക് എന്താ കാര്യം? ഭീഷ്മ പിതാമഹർ പറയുന്നത് നീ ആ പീഠത്തിലിരുന്നിട്ട് എനിക്ക് എന്താണ് കാര്യം? ഹൃദിസ്ഥം പൂജയാമാസം കൃഷ്ണൻ തത്പ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരനായ പരമേശ്വരനായ കൃഷ്ണ, നീ എൻ്റെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ കയറിയിരിക്കൂ കൃഷ്ണ. മായോപത്ത വിഗ്രഹം. എനിക്കറിയാം മുന്നിൽ കാണും ചരാചരം സർവ്വതും കൃഷ്ണ നീയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിതാ ഉത്തരായനം വരാനിതാ കാത്തിരിക്കുകയാണ്. ആ നിമിഷത്തിൽ നീ എൻ്റെ ഹൃദയത്തിൽ കയറിയിരിക്കുമെന്ന്. ഇത് പറയാനുള്ള ചങ്കൂറ്റം ഭീഷ്മ പിതാമഹരുടെ ഫോളോവറായിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണം. അതിന് നമ്മുടെ ഹൃദയം ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ വിശുദ്ധി 24 ഡയമണ്ട് കാരറ്റായിരിക്കണം. എങ്കിൽ ഹൃദയ ഗുഹാക്ഷേത്രം, അതിൽ ഹൃദിസ്ഥം പൂജയാമാസ, ഹൃദയത്തിലിരുത്തിക്കൊണ്ട് നമുക്ക് ഭഗവാനെ പൂജിക്കാം. ഇത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ്? ക്ഷേത്രജ്ഞയോ ജ്ഞാനം തസ്യ ജ്ഞാനം മതം മമ. ക്ഷേത്രം വേറെ, ക്ഷേത്രജ്ഞൻ വേറെ. ക്ഷേത്രജ്ഞ വിഭാഗയോഗമായ 13-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. വളരെ ബ്യൂട്ടിഫുള്ളായി വ്യാസഭഗവാൻ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രമാണിത് ഭഗവത്ഗീതയിൽ. അനാദിത്വ എന്താണ്? ആദിയും അന്തവുമില്ലാത്ത അനാദിയായി. ശ്രദ്ധിക്കണം. സോകാമായ ബഹുസ്യാം പ്രജായതേ. ബ്രഹ്മം ആ പലതായി ഭവിച്ച ആ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ നിന്നും തുടങ്ങിയ ഹേ കൃഷ്ണ, അനാദിത്വാത് നിർഗുണത്വാത്. ഇവിടെ സർവം പ്രകൃതിയേർജുന. ഇവിടെ എല്ലാം ഗുണാത്മകമാണ്. സത്വഗുണം, രജോഗുണം, തമോ ഗുണാത്മകമായ ഈ പ്രപഞ്ചം മുഴുവൻ ഗുണാധിഷ്ഠിതമാണ്. അപ്പോൾ ഗുണാതീതനായ ആ പരമേശ്വരൻ, പരമാത്മാവായ മവ്യയൻ. മവ്യയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഒരു തരി പോലും ഡിപ്രഷനില്ല, ഡിപ്രിസിയേഷൻ ഇല്ല, രണ്ടുമില്ലാത്ത
ഒരു തരി പോലും വ്യയവുമില്ലാത്തതാണ് അവ്യയൻ. അങ്ങനെ ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവോ? ശരീരസ്ഥോ അപി കൗന്ദേയ, ശരീരത്തിൽ കുടികൊള്ളുന്നു എങ്കിലും, ശരീരത്തിൽ കുടികൊള്ളുന്നു എങ്കിലും ന കരോതി, എന്ത് ഒന്നും ചെയ്യുന്നില്ല. ന ലിപ്യതേ, വാസനാമാലിന്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് ഏൽക്കുന്നില്ല. ആരാ ഇത് പറയുന്നത്? ജഗതീശ്വരനായ പരമേശ്വരൻ പറയുന്നു. തത്വമസി, അതു നീയാകുന്നു. സാമവേദത്തിലെ ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നു, അതു നീയാകുന്നു. ലിപ്യതേ, വാസനാമാലിന്യങ്ങളൊന്നും ഏൽക്കുന്നില്ല. ഈ ജഗതീശ്വരൻ മറ്റാരുമല്ല, എന്നിലെ പ്രാണനാണ്. പ്രാണനാണ്. അത് എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ഭഗവത്ഗീത ആചാര്യനായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും, ഇന്ത്യയിലെ ഡബിൾ ഐ ഉണ്ട്. ആദ്യം ക്യാപിറ്റൽ ഐ, INDI, സ്മോൾ ലെറ്റർ ഐയും ഉണ്ട്, എയും ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഐയും സ്മോൾ ഐയും ഇന്ത്യയിൽ ഒരുപോലെയാണെന്ന്. ഇതുപോലെ ഹൈന്ദവ സംസ്കൃതിയിൽ അദ്വൈത വേദാന്തമാണ്. ശ്രദ്ധിക്കണം, അദ്വൈതം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, രണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്താണ്? ഏകത്വമായ ആ പ്രപഞ്ചശക്തി. അത് നകരോതി ന ലിപ്യതേ, ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നിലും മയാധ്യക്ഷേണ പ്രകൃതിം സുയതേച്ച സചരാചരം. മയാധ്യക്ഷാണ്, എൻ്റെ അധ്യക്ഷതയിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ മീറ്റിങ്ങിൽ അവിടുത്തെ ഒന്നിനും കൊള്ളാത്ത സംസാരിക്കാൻ ഒന്നും പറ്റാത്ത അണ്ടനെയോ അഴകോടനെയോ എന്താക്കി വെക്കും? അധ്യക്ഷനാക്കി വെക്കും. അപ്പോൾ അധ്യക്ഷൻ അവിടെ ഇങ്ങനെ ഇരിക്കും, ഗംഭീരമായിട്ട് നല്ല പെയിൻ്റൊക്കെ ഇടിച്ച് നല്ല ഷെയ്വൊക്കെ ചെയ്ത് 1.5 ലിറ്റർ ഏഷ്യൻ പെയിൻ്റൊക്കെ വാരി തേച്ച്. ചിന്മയാനന്ദ മഹാരാജ് ഒരു ഡൈ അടിച്ചതൊന്നും ഡൈ ആകാതിരിക്കൂലെന്ന്. ഈ പെയിൻ്റൊക്കെ വാരി തേച്ച് അധ്യക്ഷൻ അവിടെ ഇങ്ങനെ ഇരിക്കും. അടുത്തത് നിതീഷ് ചൈതന്യജി പ്രഭാഷണം നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ തന്നെ പോയിരിക്കും. അത്രയേ ഉള്ളൂ. ഇതുപോലെ സൂര്യനും പറയും, ഇതുപോലെ ഭഗവാൻ പറയും. സൂര്യൻ്റെ സാന്നിധ്യത്തിലാണോ എല്ലാം നിൽക്കുന്നത്? എന്നാൽ സൂര്യൻ്റെ അധ്യക്ഷതയിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ സൂര്യൻ സാക്ഷി എന്നും പറയാൻ പാടുണ്ടല്ലോ? ഇല്ല. സൂര്യൻ്റെ സാന്നിധ്യത്തിലാണ് ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ സൂര്യൻ സാക്ഷി പറയാൻ പാടുണ്ടല്ലോ? ഇല്ല. ഇതുപോലെ ഭഗവാൻ പറയുന്നു ഭഗവത്ഗീതയിലൂടെ, മയാധ്യക്ഷേണ പ്രകൃതിയും സുയതേച്ച ചരാചരം. അപ്പോൾ എൻ്റെ അധ്യക്ഷതയിലാണ് നിൻ്റെ ശരീരത്തിൽ ഇതൊക്കെ കുട്ടികൊള്ളുന്നത്. മനസ്സിലായില്ല? മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യടോ, ഒരു തെർമോമീറ്റർ മേടിച്ച് ടെസ്റ്റ് ചെയ്യ്. അപ്പോഴോ ശരീരത്തിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡായി നിലനിൽക്കുന്ന കോസ്മിക് എനർജിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ശരീരത്തിനോ ഷഡ്വികാരങ്ങളുണ്ട്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീതമതേ അപക്ഷീയമതേ നശ്യതി. അതിന് പലതും ഉണ്ടാവും. ഇതാണ് ക്ഷേത്രജ്ഞാനം തസ്യ ജ്ഞാനം മതം മമ. ഭഗവാന്റെ മതമായ ഈ മതം ഏതാണ്? ക്ഷേത്രം വേറെ, ക്ഷേത്രജ്ഞൻ വേറെ, ഞാൻ വേറെ, എൻ്റെ ഭാര്യ വേറെ, ഞാൻ വേറെ, എൻ്റെ വീട് വേറെ, ഞാൻ വേറെ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് വേറെ, ഞാൻ വേറെ, എൻ്റെ പട്ടി വേറെ, ഞാൻ വേറെ, എൻ്റെ മക്കളെ പോലെ വേറെ. ഇതുപോലെ ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ. ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് ഇത്രയും പണിപ്പെട്ടത്. ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ. എൻ്റെ ശരീരത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളും വരും. അപ്പോൾ അനാദിത്വാ. എന്താണ് അനാദിത്വ? അനാദിത്വം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മറ്റൊരവസരത്തിൽ പറയും, അജോ നിത്യശാശ്വതോയം പുരാണേ. പുരാണം, പുരാ നവ ഇതി പുരാണം. അന്ന് മുതലേ ഉള്ള അജോ, ജനിക്കാത്തവൻ. അജോ നിത്യശാശ്വതോയം, ശാശ്വതമായി ഇന്നലെ ഇന്നും നാളെയും നിലനിൽക്കുന്നത് പുരാണേ. അജോ നിത്യശാശ്വ നഹന്യതേ. ഹന്യതേ നശിപ്പിക്കുന്നത്. നഹന്യതേ ഹന്യമാനേ ശരീരം. നശിപ്പിക്കാൻ സാധിക്കില്ല. ശരീരം നശിക്കുമ്പോഴും നശിക്കാതെ നിൽക്കുന്ന ആ ചൈതന്യമാണ് ജഗതീശ്വരൻ. നിർഗുണത്വാ, ഗുണാതീതനാണ്.
അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡു ഓർ ഡോൺസ് ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണമെന്ന് കാണിച്ചു തരികയാണ് കുന്തി മാതാവ്. വിപത സന്തന തന്തോ തത്ര എത്ര ജഗദ്ഗുരു. ഹേ കൃഷ്ണ, ജഗദ്ഗുരുവായ കൃഷ്ണ, എനിക്ക് വിപത്തുകൾ തരൂ. അപ്പോഴല്ലേ എനിക്ക് ചിന്തിക്കാനും അടുക്കാനും സാധിക്കുള്ളൂ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് എനിക്ക് വിപത്ത് തരണേ എന്ന് പറഞ്ഞ കുന്തിയും. ശ്രദ്ധിക്കണം, കുന്തി ഇവിടെ എന്താണ്? മാതൃത്വമാണ് കുന്തി മാതാവ്. ചെയ്യരുത്, ഗാന്ധാരിയെ കണ്ട് പഠിക്കരുത്. ആരാണ് ഗാന്ധാരി? മാതാവ് എന്നല്ല പറയുക, കൃഷ്ണൻ പറയും. ഇന്നേക്ക് 37ാമത്തെ വർഷം നീയും നിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധാരി മാതാവ് പറയുന്ന എനിക്ക് അനുഗ്രഹമായി വരട്ടെ എന്ന്. പക്ഷേ പൊതുവെ ചരിത്രം പറയാ ഭീഷ്മരുടെ ഭാര്യ എന്നാണ് പറയുക. അപ്പോൾ ഗാന്ധാരി ചെയ്തതുപോലെ കണ്ടില്ല കേട്ടില്ല നടിച്ച് കണ്ണിന് കെട്ടി നടന്ന അമ്മമാരുടെ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ടെററിസ്റ്റുകളായി തീഹാർ ജയിലിലോ ബോംബിലോ അറബ് രാഷ്ട്രങ്ങളിലോ എത്തും. മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിക്കുളിക്കും. അത് ചെയ്യാതിരിക്കാൻ ഗാന്ധാരിയെ പോലെ കണ്ടില്ല കേട്ടില്ല നടിക്കരുത്. മറിച്ച് കുന്തി മാതാവിനെ പോലെ ആകണം. ഇവിടെ നമ്മുടെ മഹാഭാരതത്തിന് ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ, അർജുനനെ പോലെ ആകണം, ദുര്യോധനനെ പോലെ ആകരുത്. ദുർനയനെ ഇതി ദുര്യോധന. നമ്മളെ രാമൻ നായരുടെ മകൻ നടപ്പ് അത്ര ശരിയല്ല, ദുർനടപ്പുകാരനാണ് കേട്ടോ. അപ്പോൾ ദുർനടപ്പുകാരൻ എന്നുള്ളതാണ് ദുര്യോധന എന്ന വാക്കിൻ്റെ അർത്ഥം. തെറ്റായ വഴിയിലൂടെ, അബദ്ധജടിലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവൻ എന്നുള്ളതാണ് ദുര്യോധനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ദുർഘടം പിടിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നവൻ എന്നുള്ളതാണ് ദുര്യോധനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അവൻ പോയി കഴിഞ്ഞാലോ ദുർഗന്ധം വമിക്കുന്ന ഇരുളടഞ്ഞ കാനനപാതയിലൂടെയുള്ള ജീവിതം നയിക്കുന്നവൻ എന്നുള്ളതാണ് ദുര്യോധനൻ. അതുകൊണ്ട് സുദർശനധാരിയായ ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാത്തവൻ, ഇവൻ സ്വന്തം അമ്മ പോലും പറഞ്ഞത് അനുസരിക്കാത്തവൻ എന്നുള്ളതാണ് ദുര്യോധനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതെന്താ തിരുമേനി അമ്മ പറഞ്ഞതനുസരിക്കാത്തവൻ? അതായത് യുദ്ധത്തിൻ്റെ 17ാമത്തെ ദിവസം, ശ്രദ്ധിക്കൂ, യുദ്ധത്തിൻ്റെ 17ാമത്തെ ദിവസം മിക്കവാറും ദുര്യോധനൻ്റെ അപകടം കണ്ടു കഴിഞ്ഞപ്പോൾ ഗാന്ധാരി മാതാവ് ദുര്യോധനെ വിളിച്ചു വരുന്നു, മോനെ നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം, പൂർണ്ണ നഗ്നനായിട്ട് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞു. മകനെ അവിടെ അപ്പം അമ്മ പറഞ്ഞതനുസരിക്കാതെ ഇവനെന്ന് കൊടുത്ത് ഒരു തോർത്ത് കൊണ്ടു കൊടുത്തിട്ട് മുന്നിൽ പോയി നിന്നു. അപ്പോൾ ഗാന്ധാരി കെട്ടഴിച്ചിട്ട് താൻ ഇതുവരെ സായത്തമാക്കിയ മുഴുവൻ അനുഗ്രഹവും ദുര്യോധനന് കൊടുക്കുകയാണ്. അനുഗ്രഹിക്കുന്ന സമയത്തേക്കും ദേ ഈ അമ്മ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ, തോർത്ത് കൊണ്ടു കൊടുത്തില്ലേ, അപ്പോൾ തൊട മറിഞ്ഞു പോയി. പിറ്റേ ദിവസം യുദ്ധം ചെയ്യുന്ന സമയത്ത് ടകാ ഭീമൻ അടിച്ചങ്ങോട്ട് കസറാൻ തുടങ്ങി. ഭീമന് മെല്ലെ ക്ഷീണം തട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണന്, സർവജ്ഞനായ ഭഗവാൻ, ഇവിടെയാണ് സർവജ്ഞനായ എല്ലാം അറിയാവുന്ന കൃഷ്ണൻ തുടക്കടിച്ച് കാണിച്ചു കൊടുത്തു. ദുര്യോധനൻ്റെ മർമ്മം തുടയിലാണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിക്കാത്തവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദുര്യോധനൻ ആട്ടിച്ച് കലക്കി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധഭൂമി മുഴുവൻ തട്ടഹസിക്കുന്ന ശബ്ദം കേട്ട് വിറങ്ങലിച്ച് യുദ്ധം നിന്ന് ലോകത്തിലുള്ള അസുരന്മാർ മുഴുവൻ പേടിച്ചു പോയി, ദേവന്മാർക്ക് പോലും പേടിച്ചു പോയി. അത്രക്കും ശക്തിമത്താണ് ഈ അടിയുടെ പിറകിൽ പ്രവർത്തിച്ച ചൈതന്യമാണ് സുദർശനം. അപ്പോൾ ഈ സുദർശനധാരിയായ ഭഗവാൻ ആർക്ക് സഹായത്തിനുണ്ടായി? ഭീമന്. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ച്. അപ്പോൾ തിരുമേനി ഈ അർജുനനാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒന്നുമില്ല, ജീവിതത്തെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ്, സ്ട്രെയിറ്റ് ഫോർവേഡായി ജീവിക്കുന്നവൻ എന്നാണ് അമ്മ പറയുന്നത്, അച്ഛൻ പറയുന്നത്. അനുസരിക്കുന്നവൻ എന്നുള്ളതാണ് അവനവൻ്റെ ജീവിതത്തിൻ്റെ പരിശ്രമശാലി എന്നുള്ളതാണ്
അർജുനൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റും പാർത്ഥൻ. അർജുനൻ്റെ പേരാണ് പാർത്ഥൻ. എന്താണ്? പരമാർത്ഥജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നവൻ, പരമാർത്ഥജ്ഞാനി. അതുകൊണ്ടാണ് ഭീഷ്മപിതാമഹർ കൃഷ്ണനെ വിളിക്കുന്നൊരു വാക്കുണ്ട്, എന്നെ വല്ലാതെ സ്വാധീനിച്ചതാണ് ശ്രീമദ് ഭാഗവതത്തിൽ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ വളരെ പ്രിയപ്പെട്ട ഒരു വാക്കാണത്. എനിക്കും അതിനേക്കാൾ പ്രിയമാണ്. പാർത്ഥസഖേ രതിർമമസ്തു, പാർത്ഥസഖേ രതിർമമസ്തു, പരമാർത്ഥജ്ഞാനിയായ പാർത്ഥൻ്റെ കൂട്ടുകാരാ, ആ നിന്നിൽ എനിക്ക് രതിയുണ്ടാകട്ടെ. എപ്പോൾ എവിടെ വെച്ചാണിത് പറയുന്നത് വെച്ചാൽ, ശരശയ്യയിൽ കിടന്നുകൊണ്ട് അന്ത്യാഭിലാഷമാണ്. എവിടെ? പരാജയപ്പെട്ട സൈന്യത്തിലുണ്ടായിരുന്ന ഭീഷ്മപിതാമഹരുടെ അനുഭവത്തിൽ നിന്നും പഠിച്ചു. ആരുടെ കൂട്ടത്തിൽ കൂടണം? പാർത്ഥസഖേ, വിജയിയായ പരമാർത്ഥജ്ഞാനിയുടെ സഖേ, കൂട്ടുകാര, സുഹൃത്തായ കൃഷ്ണ, എനിക്ക് നിന്നിൽ രതിർമമ അസ്തു, എനിക്കതിൽ രതിയുണ്ടാകട്ടെ. എങ്കിൽ എൻ്റെ ജീവിതം സ്വസ്തിപ്രജാഭ്യാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീഷാം, ഇവിടെയാണ് എനിക്ക് സ്വസ്തി ഉണ്ടാകുന്നത്. തുടർന്ന് ഭീഷ്മപിതാമഹർ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു നല്ല പദമുണ്ട്. അത് നമുക്ക് ഭാഗവതത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഉദത്തമായ ഒരു പ്രതീകമായിട്ട് നമുക്ക് നെഞ്ചോട്ട് ചേർക്കാൻ പറ്റും. വേദവ്യാസ ഭഗവത്പാദർ വിജയസഖേ രതിരസ്തുമേന വദ്യ, മറ്റൊരു വിദ്യയ്ക്കും ഇവിടെ പ്രസക്തിയില്ല. വേദാന്തങ്ങൾക്കും ചതുർവേദത്തിനും മറ്റൊന്നിനും ഇവിടെ ന വിദ്യ, ഒന്നിനും പ്രസക്തിയില്ല. പിന്നെ എന്തിനാ പ്രസക്തി? വിജയസഖേ, വിജയസഖേ, വിജയികളുടെ സഖിയാണ് കൃഷ്ണൻ. ആരുടെ സഖിയാണ്? വിജയസഖേ. ഇവിടെ അർജുനന്റെ സഖിയാണെന്നോ? അല്ല. കൗരവരുടെ സഖിയാണെന്നാണ് പറഞ്ഞത്? അല്ല. പിന്നെ പാണ്ഡവ സൈന്യത്തെ നയിച്ച അർജുനൻ എന്നാണോ? അല്ല, സോറി, അർജുനന്റെ സഖിയാണ് എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെ വിജയസഖേ, വിജയികളുടെ സഖിയാണ് കൃഷ്ണൻ. അപ്പോൾ എന്താണ് ഭീഷ്മപിതാമഹർ ഈ ശരശയ്യയിൽ കിടന്നിരുന്നത് വിജയസഖേ എന്ന് പറയാൻ കാരണം? അത് ഗുരുവായൂരപ്പൻ ആരുടെ കൂട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയികളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിൽ കോപ്പിയടിക്കരുത്, മറ്റൊരാളെ അനുകരിക്കരുത്, ചേട്ടനെ അനുകരിക്കരുത്, അനുജനെ അനുകരിക്കരുത്, അയൽക്കാരനെ അനുകരിക്കരുത്, കൂട്ടുകാരെയും കൂട്ടുകാരികളെയും അനുകരിക്കരുത്. അനുകരിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരും. കാരണം വ്യത്യസ്തമാണ് ഇവിടെ ജീവിത വിജയത്തിന്. ഭീഷ്മപിതാമഹർ പറയുന്നു, ഈ ശ്രീമദ് ഭാഗവതം പഠിച്ച് ജീവിതത്തിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം, പ്രാവർത്തികമാക്കണം. അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ മക്കൾക്ക് റോൾ മോഡലായി വരണം. വരും തലമുറയ്ക്ക് ഇൻസ്പിരേറ്റഡ് പേഴ്സൺ ആകണം ശ്രീമദ് ഭാഗവതം പഠിച്ചുകൊണ്ട്. അപ്പോൾ ജീവിതം വിജയിക്കുമ്പോൾ വിജയസഖിയായി കൃഷ്ണനുണ്ടാകും കൂട്ടത്തിൽ. അപ്പോഴാണ് പാർത്ഥസാരഥിയാകുന്നത് കൃഷ്ണൻ. പരമാർത്ഥ ജ്ഞാനത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് എല്ലാ ബുദ്ധിയുടെയും ബുദ്ധിയായ ബുദ്ധിർബുദ്ധിമതാമസ്മി ഗുരുവായൂരപ്പൻ അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. എല്ലാ ബുദ്ധിയുടെയും ബുദ്ധിയാണ് ഞാൻ.
തേജസ്വിനാമഹം, എല്ലാ തേജസ്സുകളുടെയും തേജസ്സുകളാണ് ഞാൻ എന്ന്. അതിന് ഈ ശ്രീമദ് ഭാഗവതം നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അവരെ പഠിപ്പിക്കുകയല്ല വേണ്ടി, അവർ പഠിച്ച് ഈ പാതയിലൂടെ അറിയാതെ വന്നുകൊള്ളും. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾക്കറിയാതെ ഒരു സ്നേഹവും ഒരു ബഹുമാനവും വരും. അപ്പോൾ അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന ഒരു മക്കളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിതാദ്യം ആചരിക്കണം. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം. നമ്മൾ തൊടുന്നതൊക്കെ മുത്തുകളും പവിഴങ്ങളുമാക്കണം. അതിന് ഈ വിജയ സഖിയോട് രതിരസ്തുമേ ന വിദ്യ, മറ്റൊരു വിദ്യയല്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കിക്കോ, ഡോക്ടർ ആക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കിക്കോ, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ആക്കിക്കോ, ഏത് രീതിയിലുള്ള പ്രൊഫഷണലുകളായി ആക്കിക്കോ. ഒപ്പം ഈ ഭാരതീയമായ, ഈ സനാതനമായ, ഈ ഋഷിപ്രോക്തമായ ഈ സംസ്കൃതി കൂടി അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കഠിനാധ്വാനികളുടെ സ്മാർട്ടായി വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് വിജയസഖിയാണ് കൃഷ്ണൻ എന്നുള്ളതാണ് ഭീഷ്മ പിതാമഹർ ഈ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ ഈ ഭാഗവതമെന്ന ധർമ്മശാസ്ത്രം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോഴോ ശ്രീശങ്കര ഭഗവത്പാദർ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞതുപോലെ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യവ്രചസുഖീ, പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യവ്രചസുഖീ. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു. നമ്മൾ അനുഭവിച്ച ഈ പരമാനന്ദ സൗഖ്യം മറ്റുള്ളവർക്കും എത്താൻ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. അതിന് നിങ്ങൾക്കും എനിക്കും ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി